സന്തോഷത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് എന്തുകൊണ്ടും ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയും അവിടുത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുസരിച്ചുകൊണ്ട് ഒരു മാസത്തോളം പരിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും ധാരാളം ഖത്മുകൾ തീർക്കുകയും അതേപോലെ തന്നെ ജമാഅത്ത് നിസ്കരിക്കുകയും തറാവീഹ് നിസ്കരിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും കിറ്റുകളും അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങളും അതേപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങളും അയൽവാസി ബന്ധങ്ങളും എല്ലാം അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ എല്ലാ മുഅ്മിനീങ്ങളും അതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനവും ഈ റമദാൻ മാസത്തിൽ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും തറാവീഹ് നിസ്കാരം അത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ്, അതേപോലെ തന്നെ ജമാഅത്ത് നിസ്കാരവും അതേപോലെ തന്നെ ഇഅ്തികാഫും തൗബകളും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ ദാനധർമ്മങ്ങളും എല്ലാ വ്യവസ്ഥകളും നാം ഒക്കെ ഈ റമദാൻ മാസത്തിൽ ചെയ്തത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലും അനുസരിച്ചുകൊണ്ട് അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഈ അനുസരണമൊക്കെ അള്ളാഹു നമ്മൾ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നാം ഈ ഒരുമിച്ച് കൂടി ഈ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലും അനുസരിച്ച് ഈ മുഴുവൻ പ്രവർത്തനങ്ങളും ഈ ചെയ്തതിന്റെ എല്ലാം പ്രതിഫലം നാളെ സ്വർഗീയ ലോകത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുത്തെ അമ്പിയാക്കൾ ഔലിയാക്കൾ ശുഹദാക്കൾ സ്വാലിഹീങ്ങളോടൊപ്പമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ സന്തോഷത്തിൽ ഈ പെരുന്നാൾ ആഘോഷിക്കാൻ തന്നത് അത് വലിയ സന്തോഷത്തിന്റെ ആഘോഷം കൂടിയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ സന്തോഷം ഒരുപാട് വ്യവസ്ഥകളിലായി നാം ആഘോഷിക്കുമ്പോൾ അതേ ഇബ്ലീസ് എന്ന ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയ അവന്റെ ശർറിൽ നിന്ന് അവന്റെ ഉപദ്രവത്തിൽ നിന്ന് അവന്റെ ഇടങ്ങേറിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നാം അല്ലാഹുവിലേക്ക് വേണ്ടി നാം ഇബാദത്തുകൾ ധാരാളം ചെയ്തു. അതേപോലെ തന്നെ അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, അതേ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, ശരീരത്തിന് പല ആഗ്രഹങ്ങൾ പറയുമ്പോൾ ശഹവത്തിന്റെ മറ്റുള്ള ശരീരം ആഗ്രഹിക്കുമ്പോൾ അതെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നാം അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് പ്രത്യേകിച്ചും ഈ വർഷത്തെ റമദാൻ മാസം എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകമായി ഈ ചൂടുകാലത്ത് അതെല്ലാം ആ ചൂടിനെ തോൽപ്പിച്ചുകൊണ്ട് ഇന്നിതാ മുഅ്മിനീങ്ങൾ അള്ളാഹുവിന്റെ ഈ കഴിഞ്ഞ റമദാൻ ഈ മാസത്തിൽ അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കുകയും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഭയഭക്തിയോടെ ജീവിക്കുകയും ഈ ചൂടുകാലത്ത് തറാഹീഹ് നിസ്കാരത്തിൽ ഒരുമിച്ച് കൂടുകയും ചെയ്ത മുഅ്മിനീങ്ങൾ അള്ളാഹു എല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീനെ, എന്തുകൊണ്ടും ഇന്നത്തെ ആഘോഷം അത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു ദിവസം അല്ലാഹു നിശ്ചയിക്കുകയും ഇന്ന് വാനലോകത്ത് മലായികത്ത് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഈ ആഘോഷങ്ങൾ കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന ഈ വേളയിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഒരിക്കലും ഇനിയുള്ള ജീവിതം നമുക്ക് കഴിഞ്ഞ റമദാൻ മാസത്തിലെ നമ്മുടെ ജീവിതങ്ങൾ ഒരുപാട് ഖുർആൻ ഓത്തുകളും കൃത്യമായി നമ്മുടെ നിസ്കാരങ്ങളും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ വേണ്ടാത്തിലും നാം ഒരുമിച്ച് നിന്നതുപോലെ ഇനിയുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ചും ഇന്ന് ളുഹർ നിസ്കാരം അസ്ർ നിസ്കാരം ഇനിയുള്ള ഓരോ നിസ്കാരങ്ങളും നാം പ്രത്യേക ഖളാ ചെയ്യാതെ കൃത്യമായി റമദാൻ മാസം നമുക്ക് അത് കിട്ടിയവരിൽ റമദാൻ മാസം അനുകൂലമായി കിട്ടിയവരിൽ നാം പെടണമെങ്കിൽ ലൈലത്തുൽ ഖദ്ർ ഭാഗ്യം കിട്ടിയവരിൽ നാം പെടണമെങ്കിൽ നമുക്ക് തന്നെ തീരുമാനിക്കാം, കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഈ വർഷത്തെ ജീവിതത്തിൽ ഇനിയുള്ള ജീവിതത്തിൽ നമ്മൾക്ക് ഒരു മാറ്റം എന്തുകൊണ്ടും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് തന്നെ തീരുമാനിക്കാം, എനിക്ക് റമദാൻ മാസം അനുകൂലമായിട്ടുണ്ട്, അതേപോലെ ലൈലത്തുൽ ഖദ്ർ മഹാഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം റമദാൻ മുമ്പത്തെ ജീവിതത്തിലേക്ക് തന്നെ നാം മടങ്ങുകയാണെങ്കിൽ നാം എന്തുകൊണ്ടും അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ പെരുന്നാൾ ആഘോഷം അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ ആഘോഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ കുടുംബങ്ങളിലെ അയൽവാസികളിലെ അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ നാം ഗൃഹ സന്ദർശനം നടത്തുകയും കുടുംബ വീട്ടിൽ പോവുകയും അതേപോലെ മറ്റുള്ള എല്ലാ നല്ല കാര്യങ്ങളും
പരിപാടികൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ നാട്ടിലെ അന്യമതസ്ഥരും ഇതര മതസ്ഥർക്കും ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ അവർക്ക് നാം പെരുന്നാളിന്റെ പൊരുത്തപ്പെട്ട രീതിയിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട്, അതേപോലെ തന്നെ പെരുന്നാൾ ആഘോഷം മറ്റുള്ള മതസ്ഥർക്കോ മറ്റുള്ളവർക്കോ ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ നാം ആഘോഷിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇന്ന് എന്തും ആവാം എന്നുള്ള ഒരു ചിന്ത ഒരു മുഅ്മിനിന്റെ മനസ്സിന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇന്നത്തെ പെരുന്നാൾ ഒരാൾക്കും ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ നാം വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയത്തും അതേപോലെ തന്നെ കൂട്ടമായി നടക്കുന്ന സമയത്തും നമ്മുടെ നാട്ടിലെ അയൽവാസികൾക്കും നമ്മുടെ നാട്ടിലെ ഇതര മതസ്ഥർക്കും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനായി ഈ പരിശുദ്ധ ദീനിനെ ചിന്ന ഭിന്നമാക്കി കാണുന്ന ഒരവസ്ഥ, മോശമായി കാണുന്ന ഒരവസ്ഥ, ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നല്ല രൂപത്തിൽ നാം ഇന്നത്തെ പെരുന്നാൾ ആഘോഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകമായി